നിലനിർത്തുവാൻ കഴിഞ്ഞു എന്നുള്ളത് പ്രാദേശികമായ സ്നേഹത്തിന്റെയോ ബന്ധത്തിന്റെയോ അടിസ്ഥാനത്തിലല്ല. യേശുക്രിസ്തുവാണ് ഇതിന് കാരണഭൂതൻ. കാരണം ഞാൻ ഈ ദേശവാസിയല്ല, വേറൊരു ജില്ലയിൽ ഉൾപ്പെട്ടവനാണ്. എങ്കിലും ഈ സ്നേഹബന്ധം നിലനിർത്തുവാൻ കർത്താവ് സഹായിച്ചു. അതിന് കാരണഭൂതമായിരിക്കുന്നത് ഈ ഭവനത്തിലെ ഇപ്പോൾ നമ്മൾ വിട്ടുപോയ പ്രിയ പിതാവ് ചായനും അമ്മാമയും മറ്റു കുടുംബാംഗങ്ങളുമാണ്. ഞാനവിടെ വരുന്ന കാലഘട്ടങ്ങളിൽ ഇവരിൽ പലരും സഹോദരന്മാരിൽ പലരും പൂർണ്ണമായ പെന്തക്കോസ്ത്യങ്ങളിൽ വന്നിട്ടില്ല. എങ്കിലും ഈ വീട്ടിൽ പൂർണ്ണമായി എനിക്ക് ഇവിടെ കടന്നു വരുവാനും ഇവരോട് ഒരുമിച്ച് സന്തോഷിക്കുവാനും ശുശ്രൂഷിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെയുള്ള അവസരം ദൈവമായ കർത്താവ് നൽകുന്നു. പ്രിയ ചായനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് നല്ല ഓർമ്മകളാണുള്ളത്. ഞാൻ വരുന്ന കാലഘട്ടങ്ങളിലും അദ്ദേഹം വയോധികനാണ്, വൃദ്ധനാണ്. എങ്കിലും ഒരു നല്ല യൗവനക്കാരന്റെ പ്രസരിപ്പോടുകൂടി പഴയൊരു പട്ടാളക്കാരന്റെ ചിട്ടയിലുള്ള നടത്തവും രീതികളും മാത്രമല്ല, ഞങ്ങൾ കുഞ്ഞുങ്ങൾ മക്കൾ എന്തെങ്കിലും തമാശ നർമ്മമൊക്കെ പറയുകയാണ്, അതിനെ എൻജോയ് ചെയ്യുന്ന, അതിനോട് സഹകരിക്കുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഭക്ഷണമേശയിലായിരുന്നാലും ഞങ്ങൾ പൊതുവായി സംസാരിക്കുന്ന സന്ദർഭത്തിലൊക്കെയും ഞങ്ങളോട് ചേർന്ന് വന്നിരുന്ന് കേൾക്കുകയും അതിനെക്കുറിച്ച് അത് രസകരമായ നല്ല കമന്റുകൾ പറയുകയും, ശരിക്കും പറഞ്ഞാൽ ഒരു പിതാവിനേക്കാൾ ഉപരിയായിട്ട് ഒരു സ്നേഹമുള്ള മനുഷ്യനായിട്ട്. ആത്മീയൻ എന്ന് പറയുമ്പോൾ ബാഹ്യമായി കാണുന്നില്ല. ആത്മീയൻ സകലത്തെയും വിവേചിക്കുന്നു, ആരും വിവേചിക്കപ്പെടുന്നില്ല. തികഞ്ഞ ഒരു ആത്മീയന്റെ സ്വഭാവത്തിൽ ഞങ്ങളോട്, പ്രത്യേകിച്ച് എന്നോട് ഒക്കെ ഇടപെട്ട് ഇന്ന് ഞാൻ ഓർക്കുകയാണ്. മാത്രമല്ല, തന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെയും തുറന്നു പറയുന്ന കാര്യത്തിലും താൻ ഒരിക്കലും മടിച്ചിരുന്നില്ല. ഏതാ കാര്യമായിരുന്നു, വ്യക്തിപരമായ കാര്യമായാലും അങ്ങനെ തുറന്നു പറയുന്ന നല്ലൊരു മനസ്സിന്റെ ഉടമയായിരുന്നു അദ്ദേഹം. മക്കൾക്കറിയാവുന്ന അദ്ദേഹം നല്ലൊരു പിതാവായിരുന്നു, അദ്ദേഹം നല്ലൊരു ആത്മീയനായിരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ജീവിതത്തെ കരിപ്പിടിപ്പിച്ച് അതിന്റെ അർത്ഥവും ഭാവവും അതിന്റെ ശക്തിയും ചോർന്നു പോകാതെ നിലനിർത്തിക്കൊണ്ടുപോകാൻ വളരെ ശ്രദ്ധിച്ച ഒരു ദൈവമനുഷ്യനായിരുന്നു നമ്മെ വിട്ടു കടന്നുപോയ പ്രിയ ചായന. ഈ 32 വർഷങ്ങൾക്കുള്ളിൽ ഏതാണ്ട് ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ നടന്ന ഒരു ഉപവാസ പ്രാർത്ഥനയിൽ പ്രിയ ലില്ലിക്കുട്ടി സിസ്റ്റർ എന്നെ വിളിച്ചവിടെ വന്നിരുന്നു. പ്രാർത്ഥന വന്നു. അന്ന് ഞാൻ കണ്ടത്, പിന്നെ ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ കഴിഞ്ഞ തിങ്കളാഴ്ച വിളിച്ച ലില്ലിക്കുട്ടി സിസ്റ്റർ വിളിച്ചു പറഞ്ഞു, പൗലോസ് ബ്രദറെ, നമ്മുടെ പപ്പ പോയി എന്ന സങ്കടത്തോടെ പറയാനിടയായി തീർന്നു. ഒരു കാര്യം ഞാൻ പറയുകയാണ്, 32 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ലില്ലിക്കുട്ടി സിസ്റ്റർ പൗലോസ് ബ്രദറെ എന്ന് വിളിച്ച വിളിയാണ് ഇവിടെയുള്ള എല്ലാവരും വിളിക്കുന്നത്. ഇവൻ അമ്മാമ ഉൾപ്പെടെയുള്ള എല്ലാവരും എന്നെ അങ്ങനെ വിളിക്കും, അച്ഛനും അങ്ങനെ വിളിക്കുന്നത്. അതാണ് ഇഷ്ടം. നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഉള്ള വിളിയും വാക്കുകളുമാണ് എപ്പോഴും ഹൃദ്യത, അതാണ് എപ്പോഴും സന്തോഷം. എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയുന്നില്ല. ഞാൻ എൻ്റെ മുമ്പിൽ ദൈവദാസന്മാർ പലരും ഉണ്ടെങ്കിലും ഈ സന്ദർഭത്തിൽ നിശ്ചയമായിട്ടും ഞാൻ മാത്രമല്ല, ഞങ്ങൾ കുടുംബമായിട്ട് കടന്നു വരേണ്ടതാണ്. കഴിഞ്ഞ 2 മാസമായിട്ട് ഞാൻ ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ യാത്രയിൽ തന്നെയാണ്. ഇന്നലെ ശരിക്കും ഞാൻ കോട്ടയത്ത് പോയിട്ട് തിരിച്ച് രാത്രിയാണ് 12 മണിക്ക് വീട്ടിൽ ചെന്നത്. പ്രഭാതത്തിൽ അവിടെ നിന്ന് പോകുന്നത്. അല്ലെങ്കിൽ നിശ്ചയമായും എൻ്റെ കുടുംബം കൂടെ ഇവിടെ കടന്നു വരേണ്ടതാണ്. വാക്കുകൾ കൊണ്ട് എൻ്റെ സങ്കടങ്ങളോ അനുശോചനമോ ഒന്നും രേഖപ്പെടുത്തുന്നില്ല. എങ്കിലും അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരിക്കലും ദൈവമക്കൾ ദുഃഖിക്കരുതെന്ന് പറയുന്നില്ല. ദൈവജനം പറയുന്നത് പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കരുതെന്ന് പറയുന്നത്. ദുഃഖമുണ്ട് നമുക്കെല്ലാവർക്കും. പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ ദുഃഖിക്കുവാൻ നമുക്ക് പ്രമാണമില്ല. അതുകൊണ്ട് നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ഇന്ന് വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുകയും, എന്നാൽ ദുഃഖം മാറുന്ന ആ സുദിനത്തില്, ആ ഉയർപ്പിന്റെ ദിനത്തില് പ്രിയ ചായനെ മുഖമായി കാണുവാന്നുള്ള ആ വലിയ പ്രത്യാശ നമുക്കുണ്ട്. എൻ്റെ കുടുംബത്തിന്റെയും
കിളിമാനൂർ പെന്തക്കോസ്ത് ദൈവസഭയുടെയും പേരുള്ളതായ ദുഃഖവും അനുശോചനവും ഈ തരുണത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. സർവ്വകുലവാലതിയും എല്ലാ ആശ്വാസങ്ങളാൽ എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് ഈ തരുണത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ചടുചടു ഉയർക്കും വിശുദ്ധരെല്ലാം കാഹളനാദം കേട്ടിടുമ്പോൾ, ചടുചടയുയർക്കും വിശുദ്ധരെല്ലാം കാഹളനാദം കേട്ടിടുമ്പോൾ, പാരിൽ പാർത്തിടും നാം അന്നാളിൽ രൂപാന്തരം പ്രാപിക്കും. പാരിൽ പാർത്തിടും നാം അന്നാളിൽ രൂപാന്തരം പ്രാപിക്കും. പാടും ഞാൻ മേഘത്തിൽ ഇമ്പവീടതിൽ, പാടും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരും നാം മേഘത്തിൽ ഇമ്പവീടതിൽ, കാണുന്ന അന്നാളിൽ പ്രിയൻ പൊന്മുഖം. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ, മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം ആസന്നമായി ഒരുങ്ങാം. കർത്താവിന്റെ ദാസൻ പൗലോസ് പാസ്റ്ററോടുള്ള പ്രത്യേകമായ നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ഈ തരുണത്തിൽ രണ്ട് പ്രിയപ്പെട്ടവർ നമ്മോട് സംസാരിക്കുന്നു. ഒന്ന്, ബേബിച്ചായൻ കൊച്ചുമോളുടെ ഭവനത്തിന്റെ അടുത്തുനിന്ന് പുന്നക്കാട് നിന്ന് വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവൻ ബേബിച്ചായൻ ചില വാക്കുകൾ നമ്മോട് സംസാരിക്കുന്നു. അതിനുശേഷം പാസ്റ്റർ സാം പെനിയൽ ചർച്ച് നമ്മോട് സംസാരിക്കുന്നു. തുടർന്ന് സംസാരിക്കുന്നവർ സമയം ചുരുക്കിയെടുക്കുവാൻ ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കും. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം. മൽപ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം.